PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം അവിടെ ചെന്ന് പത്രസമ്മേളനം നടത്താമല്ലോ. പത്രക്കാരൊക്കെ നിങ്ങളോട് സംസാരിക്കലൊക്കെ ആവശ്യമാണ്, പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് പോരെ. അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീണ് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലാണ്. മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് നേതൃത്വം കൊടുത്ത് അത് നീക്കം ചെയ്ത് അതിനകത്ത് വല്ല കാരണവശാലും വല്ലവരും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. ഇല്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ അത് കണ്ണടിച്ച് വിശ്വസിക്കലല്ല ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളായ മന്ത്രിമാരുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് അവിടെ ഉടനെ ഇതൊക്കെ നീക്കം ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ, മനുഷ്യജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടോ നോക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ചാണ്ടിയുമ്മൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അവിടെ ലൈറ്റ് കത്തിയിരുന്നു. അത് മതിയായ തെളിവല്ലേ, അവിടെ ആൾ പോകുന്നുണ്ട് എന്നുള്ളതിന് മതിയായ തെളിവാണല്ലോ അത്. ലൈറ്റ് ഉണ്ട്. പിന്നെ കുട്ടികൾ പറയുന്നുണ്ട് അതൊന്നും കെയർ ചെയ്യാതെ ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്തത്. ആരോഗ്യ മന്ത്രി ചെയ്തത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു അവർ. ഇത് ഉപേക്ഷിച്ച ബിൽഡിങ്ങാണ്, യാതൊരു കുഴപ്പമില്ല, നിസ്സാര പരിക്കേ ഉള്ളൂ, എല്ലാം ഓക്കെയാണ് എന്നും പറഞ്ഞ് പോയി. ഇതാണ് ഉണ്ടായത്. ഇത് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ്. അതുകൊണ്ടാണ് UDF ആവശ്യപ്പെട്ടത് മന്ത്രി രാജിവെച്ച് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. PK കുഞ്ഞാലിക്കുട്ടിയെയും വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ താമസമുണ്ടായി എന്ന വിമർശനം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. സമീപനമായിരുന്നു മന്ത്രിമാരുടേത്, ഗവൺമെന്റിൻ്റേത്. എന്തൊരു നിരുത്തരവാദിത്തപരമായ സമീപനം. രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥലത്ത് അത് ചെയ്യാതെ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. അവിടെ ഒന്നും ചെയ്യാതെ അവർ വന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം പോലും നടത്താൻ പറ്റാത്തതിൻ്റെ കാരണം. ശ്രീ ചാണ്ടി ഉമ്മൻ MLA വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അപ്പോഴേക്ക് 2 മണിക്കൂർ അവിടെ കഴിഞ്ഞു പോയിരുന്നു. ഈ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് ഈ ഗവൺമെൻറ്റിൽപ്പെട്ട ഒരാൾ പോലും ആ കുടുംബത്തിലൊരാളെ വിളിച്ചിട്ടില്ല. ഇതുവരെ ഒരാളെ വിളിച്ചൊന്നും ആശ്വസിപ്പിച്ചിട്ടില്ല, ഒന്ന് കണ്ടിട്ടില്ല അവരെ. ഒരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ആ അമ്മയല്ലേ ആ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത്. മകൾക്ക് സർജറിയാണ്, വളരെ ഗുരുതരമായ ഒരു അസുഖവുമായി വന്നിട്ട് അതിന് സർജറിയാണ്. മകൻ ആദ്യത്തെ ശമ്പളം ആ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത് മകൾക്ക് സർജറിയാണ്. വളരെ ഗുരുതരമായ ഒരു അസുഖവുമായി വന്നിട്ട് അതിന് സർജറിയാണ്. മകൻ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ വന്ന ദിവസമാണ്. വളരെ പാവപ്പെട്ട വീട് പണി പൂർത്തിയാക്കാത്തൊരു കുടുംബമാണ്. ഞങ്ങൾ അവർക്ക് 25 ലക്ഷം രൂപ മിനിമം നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കണം. ആ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം. ആ കുടുംബത്തിൽ നിന്നൊരാൾക്കൊരു ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഇങ്ങനെയാണ് അതാണ് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത്. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യമല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ, ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. അവരുടെ PR പ്രൊപ്പഗാൻഡ മാത്രമാണ് ഉള്ളത്. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി. മരുന്നില്ല, നൂലില്ല, പഞ്ഞി പോലുമില്ല. കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് സപ്ലൈ, പരമാവധി മരുന്നുകൾ സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ്. പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടുത്തെ ഏർപ്പാടാണ്? പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെൻസും പഞ്ഞിയും നൂലും തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് എന്ത് പരിതാപകരമായ സ്ഥിതിയാണ്. ഇതെല്ലായിടത്തും ആവർത്തിക്കുകയാണ്. അവർ റിപ്പോർട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞു, അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-8 വോള്യം വേണ്ടി വരും. അത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വാചകവടിയല്ലാതെ, PR പ്രൊപ്പഗാൻഡ അല്ലാതെ ആരോഗ്യരംഗം എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ വർഷവും ഈ വർഷവും നിരന്തരമായി നിയമസഭയിൽ പറയുന്നതാണ്. കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ, ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല.